Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനും എല്ലാ പ്രായക്കാർക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു ഡ്രിങ്കാണ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് നല്ല മഴയുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഹോട്ട് ചോക്ലേറ്റ് തന്നെ പല തരത്തിലുണ്ടാക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാറുള്ളൊരു വേരിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് ആദ്യം ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 ലിറ്റർ മിൽക്കാണ്. എപ്പോഴും ഹോട്ട് ചോക്ലേറ്റിന് എപ്പോഴും നല്ലത് ഫുൾ ക്രീം മിൽക്കാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം സിനമൺ ഇതിനകത്തേക്ക് ഇടാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നല്ല മധുരം വേണ്ടവർ കൂടുതലിടാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് 1/2 ലിറ്റർ പാലിന് ചേർത്തേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കൊക്കോ പൗഡർ, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കാം. കോൺഫ്ലവർ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നല്ല ഇച്ചിരി തിക്കായിട്ട് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് വേണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലവർ കൂടെ ചേർക്കാം. പാൽ ഒരുപാട് ചൂടാകുന്നതിന് മുമ്പ് കുറച്ചിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോടാണിത്. സിനമണും ചോക്ലേറ്റ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ സിനമണിൻ്റെ വളരെ ഒരു മൈൽഡ് ഫ്ലേവറേ ഉണ്ടാകത്തുള്ളൂ. നല്ലൊരു ബോയിൽ വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചോക്ലേറ്റും കോൺഫ്ലവറിൻ്റെ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് അടിയിൽ പോയി സെറ്റിലാവും. അത് അവോയ്ഡ് ചെയ്യാൻ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊക്കോ ഇട്ട് അത്യാവശ്യം തിക്കായി തുടങ്ങി. ഇനി നമുക്കിതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റ്, ഞാനൊരു 55% ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 100 ഗ്രാം ഇതിനകത്തേക്ക് ചേർക്കാം. ഇവിടെ കയ്യിൽ ഉള്ള ഏത് ചോക്ലേറ്റ് ആണെങ്കിലും ഉപയോഗിക്കാം. ആ ചോക്ലേറ്റ് മെൽറ്റ് ആകുന്ന വരെ മാത്രം കുക്ക് ചെയ്യുക. അധികം തിളയ്ക്കണ്ട. ഇനി ഓഫ് ചെയ്യാം. ഒന്ന് ഡിസോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യുക. ബാക്കി നമ്മൾ ഇളക്കി അങ്ങ് നല്ലതായിട്ട് മിക്സ് ആയിക്കോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ചോക്ലേറ്റ് ഫുള്ളി ഡിസോൾവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം. ഇച്ചിരി വലിയ കട്ടകളുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം. സിനമണും ഒക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്ലാസ്സിലിടാം. ഞാൻ കുറച്ചിടുക. ഇതിലേക്ക് ചൂട് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കാം. സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു സിനമൺ സ്റ്റിക്കും കൂടെ ഇളക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ അതൊരു എക്സ്ട്രാ ഫ്ലേവറും കൂടെയാണ്. അതിന് ഗാർണിഷിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യാം. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്.
ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.